ഇതിന്റെയൊക്കെ സൂത്രധാരനാണ് എന്നാണെന്ന് ഗണേശനെ കുറിച്ച്, പക്ഷെ സരിത ഒരിക്കലും ഗണേശനെ കുറ്റം പറയുന്നില്ല ആദ്യകാലം. ഇല്ല, ഞാൻ ഷാജിന് അറിയാമായിരിക്കും, അറിയത്തില്ലെങ്കിലും ഞാൻ പറയാം. ഞാനും ഗണേശൻ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. ഒരു 2005 തുടങ്ങിയ റിലേഷനാണ്. ഈ 2005 തുടങ്ങിയ റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ വ്യവസായത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ബിസിനസിന്റെ പേരിലോ സംസാരിക്കേണ്ട ആ ഒരു റിലേഷൻ അല്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്റെ സമ്മതത്തോടു കൂടി ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി, അതിന്റെ പിന്നാമ്പുറം പോയിട്ട് ഞാൻ പിന്നെ അയാൾ വേറെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അയാൾക്കെതിരെ പീഡന കേസ് കൊടുക്കുന്നത് ശരിയായ രീതിയാണോ? അല്ല, എന്റെ സമ്മതത്തോടു കൂടിയിട്ടാണ് പോയത്. എന്റെ സമ്മതത്തോടു കൂടി ഞങ്ങൾ സഹകരിച്ച് ജീവിച്ചതാണ്. അപ്പൊ പിന്നെ അതിനകത്ത് തിരിച്ചു പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, തിരിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. സുനിത എന്നോടന്ന് പറഞ്ഞിരുന്നത് സരിത മറ്റേ ജയിലിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ ആരാണ്ട് പറഞ്ഞിരുന്നു, ജയിലിൽ നിന്ന് വന്ന ഗണേഷ് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നത് ഒരു പറച്ചിലുണ്ട്. പക്ഷെ അന്ന് ഗണേഷ് കല്യാണം കഴിച്ചില്ല. പിന്നെ എന്നെ ഗണേഷ് പെട്ടെന്ന് മാറാൻ കാരണം? അല്ല, അത് എനിക്കറിയില്ല. ഇപ്പോഴത്തെ വിവാഹം കഴിച്ചതിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നേ എനിക്കറിയുള്ളൂ. അത്രയൊക്കെ എനിക്കറിയുള്ളൂ. കാര്യം ഞാൻ ജയിലിലായതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിനെ പറ്റിയിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല. എന്തോ ഒരു കാര്യം സംഭവിച്ചു, ഇപ്പൊ വിവാഹത്തിന്റെ പുറകിലെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അത് ഞങ്ങൾ തമ്മിൽ ഏകദേശം ആ ഒരു ഇതിലാണ് മുമ്പോട്ട് പോയിരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോ എന്നിട്ടും ഞാൻ എനിക്ക് മനസ്സിലാകുന്നത്, എന്നിട്ടും പക്ഷെ സരിത ഗണേശനെതിരെ ഒരു പോലും പറയുന്നില്ല എന്നുള്ളതാണ് പലരും ഇത്രയും പേരും വന്നത്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കാര്യം, ഞാൻ എന്റെ അറിവോടുകൂടി എന്റെ സമ്മതത്തോടു കൂടി മറ്റൊരു ഇതും ഇല്ലാതെ ഞങ്ങൾ സ്നേഹിച്ചതാണ്. അപ്പൊ പിന്നെ അതിനകത്ത് ഇപ്പൊ പിന്നെ മറ്റുള്ളൊരു പ്രോജക്ട് ചെയ്തു തരാമെന്നും അല്ലെങ്കിൽ ഒരു മന്ത്രി കൊണ്ടുപോയി ഒരു കൂട്ടിട്ട് വേറൊരു ആൾക്ക് കൊടുക്കുന്ന രീതിയൊന്നും ആയിരുന്നില്ലല്ലോ. അതൊന്നും അല്ല. എന്റെ ഇഷ്ടത്തിന്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, ആ ഇഷ്ടത്തിലാണ് പോയത്. അതിനപ്പുറം വേറെ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള രീതി ഉണ്ടാക്കേണ്ട കാര്യമില്ല. എനിക്കത് ഇഷ്ടമല്ല. ഇപ്പൊ സരിത ഹാപ്പിയാണോ ഇത്രയും ഈ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിലും ഇതുവരെയുള്ള ഡെവലപ്മെന്റിലും? എനിക്ക് ഹാപ്പിനെസ് ഉണ്ട്. കാര്യം നമ്മൾ ഒരുപാട് കാലമായി, നിങ്ങൾക്ക് തന്നെ അറിയാലോ ഞാൻ എന്തോരം അപമാനം സഹിച്ചിട്ടുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അപമാനം സഹിക്കുന്നില്ല എന്നല്ല, എന്നാലും അതിനൊരു ഒരു വെളിച്ചം കിട്ടിയെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അതില്ലാതിരിക്കുന്നതിൽ എനിക്ക് നല്ല സന്തോഷം, വലുതായിട്ട് ഞാൻ സന്തോഷം എക്സ്പ്രസ്. ഗണേഷ് കുമാർ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗതാഗത മന്ത്രി, ആ ഗണേശന്റെ ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തിയ എന്ന് ഞാൻ പറയില്ല, ഉമ്മൻചാണ്ടിയെ കൂടെ നിന്ന് കുത്തിയവൻ ആ ഗണേശന്റെ കാമുകി, ആ കാമുകിയുടെ സംസാരമാണ് നിങ്ങൾ കേട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2005 മുതൽ സരിതയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിരിക്കുന്നു. സരിത പറയുന്ന വാക്കുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സരിത പറയുന്ന വാക്കുകളിൽ ഗണേശനുമായിട്ടുണ്ടായിരുന്നത് ബിസിനസ്സോ അല്ലെങ്കിൽ ജോലി സംബന്ധമോ ആയ ബന്ധങ്ങളല്ല, അതല്ലാത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സരിതയ്ക്ക് കുഞ്ഞ് പിറന്നപ്പോൾ ആ കുഞ്ഞിന് ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ ഗണേശൻ്റെ തന്ത ചെലവിന് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതുകൊണ്ട് ഗണേശ, നിന്നോട് പറയാനുള്ളത്, നീ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ നിന്റെ കുടുംബത്തെ ആര് തകർത്തു, ഉമ്മൻചാണ്ടി തകർത്തു എന്ന്. ഗണേശ, നിന്നോട് ഞാൻ പറയുന്നു, നിന്റെ ഈ ജീവിതവും നിന്റെ ഈ കസേരയും നിന്റെ ഈ പൊങ്ങച്ചവും അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ എല്ലാം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാമനുഷ്യന്റെ പിച്ചയാടാ ഗണേശ, പിച്ച. ആ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയവനാണ് നീ എന്നുള്ള കാര്യം മറക്കണ്ട ഗണേശ. ഒരു കാര്യം ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗണേശൻ്റെ ആദ്യ ഭാര്യ ആരാ? യാമിനി തങ്കച്ചി. ഈ യാമിനി തങ്കച്ചിയെ ഗണേശൻ വിവാഹം കഴിക്കുന്നത് അപ്പോഴാ 1994 1994 ഗണേശൻ യാമിനി തങ്കച്ചിയെ വിവാഹം കഴിക്കുന്നത്. ഈ വിവാഹബന്ധം എത്ര കാലം വരെ കാത്തു സൂക്ഷിച്ചു? 2013 ഇവർ ഡിവോഴ്സ് ആകുന്നത്, 2013. പക്ഷേ സരിതയുമായി ബന്ധം തുടങ്ങുന്നത് എപ്പോഴാ? 2005 മുതൽ. എന്ന് പറഞ്ഞാൽ ഗണേശന് കല്യാണം കഴിഞ്ഞ് 9 വർഷം അല്ലെങ്കിൽ 11 വർഷം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന സരിത എസ് നായറുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ
മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2013 ഗണേശൻ ഡിവോഴ്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞപ്പോൾ, യാമിനി തങ്കച്ചിയുമായുള്ള ബന്ധം വേർപിരിഞ്ഞപ്പോൾ സരിതയുമായിട്ടുള്ള ബന്ധം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സരിതയ്ക്ക് 2005 മുതൽ ഈ വിവാഹബന്ധം, യാമിനി തങ്കച്ചിയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയപ്പോൾ ഗണേശൻ സരിതയോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്താണ്? താൻ വിവാഹം കഴിച്ചോളാം എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ ഗണേശൻ താൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടാണ് തൻ്റെ കാമുകിയെ മുന്നിൽ നിർത്തി ഉമ്മൻചാണ്ടിക്കെതിരെ വൃത്തികെട്ട കഥകൾ മെനഞ്ഞുണ്ടാക്കിയത്. അല്ലേ? താൻ വിവാഹം കഴിക്കാം എന്ന് പറയുന്നത്, യാമിനി തങ്കച്ചിയുമായുള്ള വിവാഹബന്ധം 2013 ഡിവോഴ്സ് ആകുന്നു. അത് ഇപ്പോൾ ആ ഡിവോഴ്സ് ആകുന്നതിന് മുമ്പും സരിതയോട് പറഞ്ഞത് വിവാഹം കഴിക്കാമെന്ന് തന്നെയാണ്. ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ടും സരിതയോട് പറഞ്ഞത് വിവാഹം കഴിക്കാമെന്നൊക്കെ തന്നെയാണ്. അവിടെയാണ് സോളാർ കേസ് പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ ഗണേശൻ വിവാഹം ചെയ്യാമെന്ന് സരിതാ നായരോട് വാഗ്ദാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സരിതാ നായർ, അതിനു മുമ്പ് ഈ ബന്ധം കുറേ കാലങ്ങളായിട്ടുണ്ട് കേട്ടോ, പക്ഷേ വിവാഹം ചെയ്തോളാം, ഞാൻ കല്യാണം കഴിക്കാം, എൻ്റെ ഭാര്യയാക്കാം എന്ന് ഉറപ്പ് കൊടുത്തതിൻ്റെ പേരിലാണ് സരിതാ നായർ സോളാർ കേസുമായിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, പിന്നീട് സരിതാ നായർ ജയിലിലായതോടുകൂടി ഈ പറയുന്ന വിവാഹബന്ധത്തിൽ നിന്ന് പിന്നെ ആ ടോക്കുകളില്ലാതെയാവുകയായിരുന്നു. പിന്നീടാണ് ഗണേഷ് കുമാർ 2014 തോന്നുന്നു എനിക്ക് ഈ പറയുന്ന ഗണേശൻ്റെ ഇപ്പോഴത്തെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗണേഷ് കുമാർ 2005 മുതൽ തുടങ്ങിയതാണ് ആരുമായിട്ടുള്ള ബന്ധം? സരിതാ നായരുമായിട്ടുള്ള ബന്ധം. ഈ 2005 സരിതാ നായരുമായിട്ട് ബന്ധമുള്ളപ്പോൾ തന്നെ പരസ്ത്രീ ബന്ധമായിരുന്നു ഗണേശൻ്റേത്. അത് സരിതാ നായർ ഒരു കാമുകിയായിരുന്നെങ്കിൽ മറ്റ് കുറേ അഭിസാരികമാർ മറുവശത്ത് ഗണേഷ് കുമാറിനുണ്ടായിരുന്നു. ആ ഒരു കഥയാണ് ആ യാമിനി തങ്കച്ചി പറയുന്ന ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങളെ മറ്റു കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കഥയിൽ പറയുന്ന കേട്ടതല്ലേ നിങ്ങൾ? ഈ പറയുന്ന കാലയളവിൽ തന്നെ എന്ന് പറഞ്ഞാൽ യാമിനി തങ്കച്ചി ഭാര്യയായിട്ടുണ്ട്, കാമുകിയായിട്ട് സരിതാ നായരുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു പെൺകുട്ടിയല്ല, ഒരുപാട് പെൺകുട്ടിമാരെ ഹോട്ടൽ റൂമിലേക്ക് ഈ ഗണേഷ് കുമാർ കൊണ്ടുപോയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗണേശനാണ് ഇന്നലെ പറഞ്ഞത് എന്ത്? തൻ്റെ കുടുംബ ജീവിതം തകർത്തത് ഉമ്മൻചാണ്ടിയാണെന്ന്. ഇനി ഉമ്മൻചാണ്ടി അയാളുടെ മാന്യത കൊണ്ട് പറയാതിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോഴും അത് പറഞ്ഞിരുന്നെങ്കിൽ ഈ സോളാർ കേസ് ഉണ്ടാകുമായിരുന്നില്ല, പലരും ഉണ്ടാകുമായിരുന്നില്ല. എന്നിട്ടും ഉമ്മൻചാണ്ടി അത് പറയാതിരുന്നത് അതിലേക്ക് പലരുടെയും പേരുകൾ വരുന്നത് കൊണ്ട് മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഉമ്മൻചാണ്ടിയുടെ ദയയും ദാക്ഷിണ്യവുമാണ് നടേശൻ്റെ കാര്യം അത് ഇടക്കിടക്ക് പറയുന്നത് കൊണ്ട് ഇത് ഒക്കെ ഒരേ കയറിൽ നമുക്ക് കെട്ടി താഴ്ത്താൻ പറ്റുന്ന ടീമുകളാണ്. അപ്പോൾ ഗണേശ, നിന്റെ ഈ ജീവിതം പോലും ഉമ്മൻചാണ്ടിയുടെ പിച്ചയാണ് എന്നുള്ളത് ഗണേശ നീ മനസ്സിലാക്കിക്കോ. പിന്നെ നടേശ എന്ന് വരും, സോറി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പറയുന്ന ഗണേശൻ്റെ കുടുംബജീവിതം തകരാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഗണേശൻ എന്ന് പറയുന്ന വേലിചാട്ടക്കാരൻ്റെ, കയ്യാല ചാടുന്നവൻ്റെ, ഈ വേലിചാട്ടക്കാരൻ്റെ, ഈ അവിഹിതക്കാരൻ്റെ, ഈ വേശ്യക്കാരൻ്റെ അവിഹിത ബന്ധങ്ങളായിരുന്നു ഇവൻ്റെ കുടുംബജീവിതം തകർത്തത്. മനസ്സിലായില്ലേ? ഇവൻ്റെ കുടുംബജീവിതം കാരണം ഇവൻ ഹോട്ടൽ മുറികളിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന പെൺകുട്ടികൾ, ഈ പെൺകുട്ടികളുടെ ആരെങ്കിലും വന്നിട്ട് ഇവനോട് ചോദ്യങ്ങൾ ചോദിക്കും. എന്നിട്ട് ഇവൻ അവസാനം അവരുടെ കാലിൽ വീണ് അവരുടെ കാല് നക്കും. ഇതൊക്കെ ആര് കാണുകയാ? യാമിനി തങ്കച്ചി, സ്വന്തം ഭാര്യ എന്ന് പറയുന്ന യാമിനി തങ്കച്ചി വീട്ടിലിരുന്നത് കാണുകയാ. അങ്ങനെ കണ്ട് മടുത്തിട്ട് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല അങ്ങനെ 10,000 കണ്ട് മടുത്തിട്ടാണ് യാമിനി തങ്കച്ചി ഇറങ്ങിപ്പോകുന്നത്.
മനസ്സിലായില്ലേ? ആ ഗണേശന് എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കുറ്റം പറയുക. ആ ഗണേശൻ രാഹുൽ മാങ്കൂട്ടത്തിലെ കുറ്റം പറയുക. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം പോലും. ആരാ പറയുന്നത്? ഗണേശനാ. ഇവൻ്റെ കളി എന്താ? 1994 യാമിനി തങ്കച്ചിയെ വിവാഹം ചെയ്യുന്നത് 94. സരിതയുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് 2005. യാമിനിയുമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്തുന്നത് 2013. 2014 എന്നിട്ട് സരിതയോട് ആദ്യം പറഞ്ഞു ഞാൻ നിന്നെ വിവാഹം കഴിക്കാമെന്നൊക്കെ. പക്ഷേ ചാമ്പി 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 ഒരു വഴിക്കാക്കി ഒരു കുഞ്ഞിനെയും നൽകിയിട്ട് ഗണേശൻ മെല്ലെ കൈ കഴുകി. എന്നിട്ട് മറ്റൊരാളെ കല്യാണം കഴിച്ചു 2014. ഇതാണ് ഗണേശൻ്റെ ചരിത്രം. അപ്പോൾ ഗണേശ, നിൻ്റെ കൂടെ കിടന്ന നിൻ്റെ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചിക്ക് പറയാനുള്ളത് നിൻ്റെ അവിഹിത കഥകളാണ്. മനസ്സിലായില്ലേ? ആ അവിഹിത കഥകളെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു ഭാര്യയും ഒരു സ്ത്രീയും ഒരുത്തൻ്റെ ഭാര്യയായി നിൽക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ പിന്നെ നീ എന്തിനാ ഗണേശ ആ പാവപ്പെട്ട ആ മനുഷ്യനെ ഇങ്ങനെ ഇനിയും വേട്ടയാടുന്നത് എന്നുള്ളതാണ്. അതിന് എന്ത് അർഹതയാ നിനക്കുള്ളത്? നീ ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ, നിന്റെ അവിഹിതങ്ങൾ, നിന്റെ വഴിവിട്ട ജീവിതം, അതാണ് നിന്റെ കുടുംബജീവിതം തകർത്തത്. ഉമ്മൻചാണ്ടി ചെയ്തിരുന്നത്, ഉമ്മൻചാണ്ടി ഇടപെട്ടിട്ടുണ്ട്. ഇവൻ്റെ കുടുംബ വിഷയത്തിൽ ഉമ്മൻചാണ്ടി ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അത് യാമിനി തങ്കച്ചിയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഇതിനൊക്കെ ഒരു പരിഹാരം, ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഉമ്മൻചാണ്ടി ശ്രമിച്ചത് എന്നുള്ളതാ. ആ പാവപ്പെട്ട മനുഷ്യൻ നിന്റെ നന്മക്ക് വേണ്ടിയാ ഗണേശ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്നിട്ടും നീ അയാളെ കുത്തി എന്ന് പറഞ്ഞാൽ, ബാഹുബലിയെ കട്ടപ്പ കുത്തിയതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അതിനേക്കാളും വലിയ കുത്തലായിരുന്നു. കാരണം ഈ പറയുന്ന പരനാറിക്ക് വേണ്ടിയിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ ഇവൻ്റെ കുടുംബജീവിതം അത് വിളക്കിച്ചേർക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം പണിയെടുത്തിട്ടുണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ. എന്നിട്ട് ഇവൻ്റെ കാമുകിയെ ഇറക്കിയിട്ട് ആ കാമുകിയെ വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മഹാമനുഷ്യനെ വീഴ്ത്താനുള്ള ക്രൂരമ്പുകൾ എയ്തത് ഇവനാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവനെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം കാമുകിയെ വെച്ച് മറ്റൊരാൾക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിപ്പിക്കാൻ മാത്രം ഇവൻ്റെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവനൊരു കൂട്ടിക്കൊടുപ്പുകാരനല്ലേ? അല്ലേ? അല്ലെങ്കിലും ഇവനിക്കെന്ത് ധാർമ്മികത, എന്ത് മാന്യത അല്ലേ? ഭാര്യയെ വീട്ടിലിരുത്തിക്കൊണ്ട് സരിതയുമായി പ്രണയം തുടങ്ങിയവനാണ്, അവിഹിതം തുടങ്ങിയവനാണ് ഗണേഷ് കുമാർ. ആ സരിത ഒരു വശത്ത് കാമുകിയായി സരിതയും മറുവശത്ത് വീട്ടിൽ ചെന്നാൽ ഭാര്യ യാമിനി തങ്കച്ചിയും ഉള്ളപ്പോൾ അഭിസാരികമാരുമായിട്ട് ഹോട്ടൽ മുറികളിൽ രാത്രികാലങ്ങൾ ചെലവഴിച്ച വ്യക്തിയാണ് ഈ ഗണേശൻ. ആ ഗണേശന് എന്ത് കാമുകിയല്ലേ? ഇവനിക്ക് മന്ത്രി കസേരയായിരുന്നു, അധികാരമായിരുന്നു ഇവൻ്റെ എല്ലാം. അതിനുവേണ്ടി ഇവൻ ആ പാവപ്പെട്ട മനുഷ്യനെ പിച്ചി ചീന്തി. എന്നിട്ട് ഇപ്പോഴും ഇവൻ കുരച്ചുകൊണ്ടിരിക്കുകയാ. ഇവൻ ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾക്കൊന്നും ഒരു കയ്യും കണക്കുമില്ല. ആ തെമ്മാടിത്തരങ്ങൾ കാരണം ഇവന്റെ ജീവിതം നശിച്ച് നാറാണക്കല്ലെടുത്തപ്പോ, ഇവന്റെ കുടുംബജീവിതം തകർത്തപ്പോ, യാമിനി തങ്കച്ചി സഹികെട്ടി ഇറങ്ങിപ്പോയപ്പോ ഇവൻ പറയാ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാമനുഷ്യൻ ഇവന്റെ കുടുംബജീവിതം തകർത്തെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾ, ഈ സ്ത്രീ സമൂഹത്തിൽ പെടുന്ന ആളുകളിൽ ആർക്കാണ് സഹിക്കാൻ കഴിയുക? നിങ്ങളുടെ ഭർത്താവിന് മറ്റൊരു കാമുകി അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ബന്ധം തുടരുമോ, അല്ലെങ്കിൽ നിങ്ങൾ മൂട്ടിലെ പൊടിയും തട്ടി എണീറ്റ് പോകുമോ? എന്താ നിങ്ങൾ ചെയ്യുക? അത് തന്നെയല്ല യാമിനി തങ്കച്ചി ചെയ്തത്. അതിൻ്റെ കാരണക്കാരനാരാ? ഈ ഗണേശൻ എന്ന് പറയുന്ന പരനാറിയ. എന്നിട്ട് ഇവൻ ഇപ്പോൾ കിടന്ന് ആ മരണപ്പെട്ടു പോയ ആ മനുഷ്യനെ പിച്ചു ചീന്താനുള്ള ഏർപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഉളുപ്പും നാണവും മാനവുമില്ലാത്ത